ഹേമേ, ഇതാര്? ഹലോ, ആരാ? ഞാൻ ആലീസ്. പറയാം. ശരി. ആരാ ഈ ഹേമ? ഹേമ? ഏത് ഹേമ? ഓ, എത്ര ഹേമമാരെ ഇച്ചായനെ അറിയാം. ഹേമമാലിനെ അറിയാം. അവരാണ് വിളിച്ചത്. ഏതൊരു വക്കീലിന്റെ ഭാര്യ ഹേമ. വക്കീലിന്റെ ഭാര്യ ഹേമ? അഡ്വക്കേറ്റ് ഗോവിന്ദാഥന്റെ ഭാര്യ ഹേമ. അറിയാം. അവരെ ഇച്ചാൻ എങ്ങനെ പരിചയം? ഒരു ഹോസ്പിറ്റലിൽ അവരെ പട്ടിയും കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ പരിചയമുണ്ട്. അയ്യോ, എന്നിട്ട് അവർ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അവര് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇച്ചായ, അവരുടെ കോൾ ഇപ്പൊ വന്നായിരുന്നു. ഞാൻ അറ്റൻഡ് ചെയ്തു. അവരുമായിട്ട് കാര്യമായിട്ട് സംസാരിക്കുകയും ചെയ്തു. എന്ത് സംസാരിച്ചെന്ന്? ഇച്ചാന്റെ മുഖത്ത് എന്തൊരു വെപ്രാളം. എന്താ അവളോട്ട് എന്താ ബന്ധം? എന്താ എന്തോന്ന് ബന്ധമൊന്നും ഒരു ബന്ധവും ഇല്ല. എന്നിട്ട് അവരങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഞാൻ ഫോണിൽ കിട, ഞാൻ അവരെ വിളിച്ചു നോക്കാം. വേണ്ട. ഇനിയിപ്പം എന്തിനാ വിളിച്ചു ചോദിക്കുന്നത്? എന്റെ ഇച്ചായൻ ഇങ്ങനെയാണെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടാ. സ്വന്തം ഭർത്താവിനെ പറ്റിയിട്ട് അന്യൊരു സ്ത്രീയുടെ വായിന്ന് കേൾക്കേണ്ടി വരുന്ന ഒരു ഭാര്യയുടെ ഗതികേട് ഇച്ചായൻ ഒന്ന് ആലോചിച്ച് നോക്ക്. അയ്യേ, അൽസ പൊന്നാലിസ, ഹേമ എന്താ പറഞ്ഞു? നീ ഒന്ന് പറയൂ. എന്റെ ഇച്ചായന് തീരെ നാണമില്ലല്ലേ ഇച്ചായ? ഞാനത് എങ്ങനെ ഇച്ചാന്റെ മുഖത്തോക്കി പറയും? അലിസേ, ഞാനൊരു സത്യം പറയാം. അവർക്ക് തലയ്ക്ക് പ്രാന്താണ്. അവർ ഈ പട്ടികളെയും കൊണ്ട് ആശുപത്രിയിൽ വന്നിട്ട് ആൾക്കാരെ കുറിച്ച് അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കും. ഓഹോ, അപ്പൊ ഇതാണ് പരിപാടി. രാവിലെ അവൾ അവിടെ വരും, പിന്നെ ഇച്ചായനുമായിട്ട് അങ്ങ് പഞ്ചാരടി. പഞ്ചാരടി ഒന്നും അല്ലടി. എന്നെ അടി ആലിസേ. അവർ ഇന്നേ വരെ ആരെങ്കിലും കുറിച്ച് ഒരു നല്ലത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അവർ എന്നെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടാവോ? നീ അത് വിശ്വസിക്കരുത് മോളെ. ദയിച്ചായ, ഞാൻ അത്ര കൊച്ചു കുട്ടിയൊന്നും അല്ല കേട്ടാ. എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കണ്ട എന്നൊക്കെ അതൊക്കെ എനിക്കറിയാം. ആലിസേ, ഹേമ എന്താ പറഞ്ഞത്? നീ ഒന്ന് പറയുന്നേ. ഇച്ചാനൊന്ന് എഴുന്നേറ്റ് പോയിക്കേ. മനസ്സില്ല എനിക്ക് പറയാൻ. ശരി ഞാൻ പറയുന്നത് എഴുന്നേറ്റ് പോണ്ട ഇച്ചായ. കഷ്ടമാണ് കേട്ടോ, കഷ്ടമാണ്. ഒരാവശ്യത്തിന് വിളിച്ച ഈ പുള്ളിയൊക്കെ ഇതേപോലെ. നമസ്കാരം സാറേ. ഇതന്നെയാണ് ഞാൻ ഈ ഫോൺ വിളിച്ചിട്ട് എടുക്കുമല്ലാതെ എത്ര പ്രാവശ്യം കിടന്ന് വിളിച്ചെന്നറിയും. നമ്മളൊരു ആവശ്യത്തിനല്ലേ ഈ ഫോൺ വിളിക്കുന്നത്. രാവിലെ തന്നെ ആലീസ് കലിപ്പില്ല. അതിനിടയിൽ പവിത്രന്റെ ഫോൺ എടുത്താലേ അത് കുഴപ്പം. രാവിലെ രണ്ടും കൂടെ എന്തോ മുട്ടം ബഹളമാണെന്നുള്ള മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്നെ പ്രശ്നം എന്നായിരുന്നു? ഇത്രയും നാളായിട്ട് അറിയാവുന്നതല്ലേ, ഒന്ന് ഊഹിച്ചു നോക്ക്. സ്ത്രീ വിഷയമാണെന്നുള്ള കാര്യം മനസ്സിലായി. ഈ പ്രാവശ്യം ആർക്കാന്നേ നറുക്ക് വീണേ? ഒരു ഹേമ. അതെ ഹോസ്പിറ്റലിൽ പോമറേനിയൻ പട്ടിയായിട്ട് വരുന്നൊരു സ്ത്രീയാ. നമ്മുടെ അഡ്വക്കേറ്റ് ഗോവിന്ദാഥന്റെ ഭാര്യ. പിന്നെ എനിക്കറിയാം. പിന്നെ നമുക്ക് എന്തൊരു അത്യാവശ്യം വരാൻ നേരത്ത് സാറിന് എടുത്തിട്ടല്ലോ ഓടിച്ചെല്ലുന്നത്. ഇവിടെ ഭാര്യ അതുപോലൊക്കെ തന്നെയാണ്. ഒരു വിടുവായിത്തരമൊക്കെ പറയുന്നത് നമ്മളെ. അത് തന്നെ പ്രശ്നമായത്. അവരെന്നെ വിളിച്ചായിരുന്നു. ഫോൺ എടുത്തത് ആലിസ. അവരുടെ സ്വഭാവം അറിയാലോ. എപ്പോഴാ എന്താ പറയുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തോ പറഞ്ഞിട്ടുണ്ട്. എന്റെ സാറേ, എനിക്ക് ഇതുപോലെ അബദ്ധം. എങ്ങനെ? കഴിഞ്ഞ ദിവസം ഞാൻ ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്നു. ഇവർ ഈ കാറിൽ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ കണ്ടോറ ആ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പവിത്ര ഡിയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊഞ്ചിക്കൊഴയുന്നല്ലോ ഒറ്റ വർത്താനം. ഞാനാണ് ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അങ്ങ് ചമ്മി പോവുകയും ചെയ്തു. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞു കാണും. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ജംഗ്ഷനിൽ നിൽക്കുന്ന സമയത്ത് എന്റെ കൂട്ടത്തിൽ സുമിത്രയും കൂടെ ഉണ്ടായിരുന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അയ്യോ, അതെ, പവിത്ര എനിക്കൊരു സഹായം ചെയ്യണം. ആലിസ് ചിലപ്പോ ഈ ഹേമയെ കുറിച്ച് ചോദിക്കും. അങ്ങനെ ചോദിക്കുവാണെങ്കിൽ വെച്ചങ്ങ് കീറിയേക്കണം. ഞാൻ എന്നാ പറയണ്ടേ? അതായത് അവർക്ക് ഇല്ലാ കഥ പറഞ്ഞു കിടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അവർ നുണയാണ് മൊത്തം പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് വിശ്വസിപ്പിക്കണം. പറഞ്ഞു നോക്കാം. പറഞ്ഞു നോക്കിയാ പോരെ, വിശ്വസിപ്പിക്കണം. ഇല്ലെങ്കിൽ ഇത് ശരിയാവത്തില്ലെന്നേ. എന്തോ പറയുന്നു പറയും. ഇതിൽ രക്ഷപ്പെടണമെങ്കിൽ ഹേമയെ കുറിച്ച് പറയാവുന്ന അനാവശ്യങ്ങളൊക്കെ പറഞ്ഞോ വരുന്നു. എന്താ പവിത്ര, ഡോക്ടർ ഉപദേശിക്കാൻ വന്നതായിരിക്കും. ഡോക്ടറെ ഞാൻ ഉപദേശിക്കാനോ? അതും 10ാം ക്ലാസ് പോലും ജയിക്കാത്ത ഞാൻ ഡോക്ടറെയൊക്കെ ഉപദേശിക്കാന്ന് പറഞ്ഞാൽ നല്ല കഥയായി അല്ലേ? അയ്യോ,
ഇമാതിരി കാര്യങ്ങൾക്കേ പഠിപ്പും വിവരമൊന്നും വേണ്ട. ഇതൊക്കെ സ്കൂളും കോളേജും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ തുടങ്ങിയ പരിപാടിയാ. ആലീസ് എന്നെ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എല്ലാം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതെ, ഈ ഹേമ എങ്ങനെയാള്? ഞങ്ങൾ ആ കാര്യം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നേ. അവരൊരു പ്രത്യേക ടൈപ്പാ, ചുമ്മാ വായി തോന്നുന്നേക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞതാണ്. പക്ഷെ അവർ കെട്ടിയവനുണ്ട് ഗോപിനാഥൻ വക്കീല്, ഭയങ്കര തങ്കപ്പെട്ട മനുഷ്യനോ കേട്ടോ, മാന്യന പുള്ളി. ഞാൻ അവരുടെ കെട്ടിയവനെ പറ്റിട്ടല്ലല്ലോ ചോദിച്ചത്, ഹേമനെ പറ്റില്ലേ? അവരുടെ കാര്യം പറ. അതൊരു വട്ട് കേസാന്നേ, ചിലപ്പോ കല്ല് വെച്ച നുണ പറയും. പിന്നെ ഈ ആളുകളെ കുറിച്ച് അപവാദം പറയുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഹോബി. എന്റെ സാറേ, കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ ബാങ്കുമാരുടെ രാമേന്ദ്രൻ സാറില്ലേ, ഈ പുള്ളിയെ കുറിച്ച് എന്നോട് വന്നവർ എന്നാ പറഞ്ഞെന്നറിയോ? എന്നാ പറഞ്ഞ? ഈ രാമേന്ദ്രൻ സാർ ഒരു വായി നോക്കിയാണെന്ന്. അയ്യോ, എന്റെ ദൈവം, അതുപോലൊരു മാന്യനായ മനുഷ്യനെ നമ്മുടെ ഈ പഞ്ചായത്തിൽ എല്ലാം അറിയോ? പിന്നല്ലാതെ ഇവർക്ക് ആരെ കുറിച്ചെങ്കിലും ഇല്ലാക്കഥ പറഞ്ഞില്ലേ ഉറക്കം വരത്തില്ലെന്ന്. ഉദാഹരണത്തിന് ഇപ്പൊ ആലീസിനെ അവർക്കറിയാവോ? ഇല്ല. പക്ഷെ അവര് നാട്ടുകാരോട് ആലീസിനെ കുറിച്ച് എന്തായിരിക്കും പറഞ്ഞു നടക്കുന്നറിയാവോ? ഈ ജോർജ് കുട്ടി സാറിന്റെ ഭാര്യ ആലീസില്ലേ, അവളൊരു തികഞ്ഞ അഹങ്കാരിയാണ്, ഡോക്ടറെ വകവെക്കില്ല, വീട്ടിൽ കിടന്ന് ഏതു നേരം വഴക്കാണ്, അതും പോരാഞ്ഞിട്ട് മുടിഞ്ഞ സംശയരോഗിയാണെന്ന് ഇതുപോലെ പറഞ്ഞു നടക്കും. അത്ര സ്ത്രീയാ അവര്, അറിയാവോ? പവിത്രന്റെ സഹായം ചോദിക്കാൻ വന്ന എണ്ണ തല്ലണം. ഞാനത് ഈ ഹേമ എന്ന് പറയുന്ന ആൾ ഇല്ലാക്കഥ പറഞ്ഞു നടക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാനല്ലേ പറഞ്ഞത്? അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. ആലീസിനെ കുറിച്ച് ഇല്ലാ കഥകളാ ഈ പുള്ളിക്കാരി പറയുന്നു. ഇത് ഇല്ല കഥയാണോ? ഇതൊക്കെ സത്യമല്ലേ? ആലീസ് ഒരു വഴക്കുണ്ടാകുമ്പോ അതിന് കാരണമെങ്കിലും അറിയണ്ടേ? ഹേമ എന്താ പറഞ്ഞത്? ഇപ്പൊ ഹേമയല്ല എന്റെ പ്രശ്നം, പവിത്ര എന്നെ പറ്റിട്ട് എന്തൊക്കെയാ പറഞ്ഞത്? പവിത്രനല്ലല്ലോ പറഞ്ഞത്, ഹേമ ആലീസിനെ കുറിച്ച് പറയാൻ സാധ്യതയുള്ള കാര്യങ്ങളല്ലേ പവിത്ര പറഞ്ഞത്. ഇച്ചായൻ എന്നെ പറ്റിയിട്ട് പവിത്രനോട് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പവിത്രൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. ആലീസ് എന്നാടി ഇത്? ഇച്ചാൻ ഇങ്ങനെ തന്നെ ആ ഹേമയോടും എന്നെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തിന്? അതെന്നെ കൊണ്ട് പറയിപ്പിക്കല്. ഇച്ചാൻ എഴുന്നേറ്റ് പോയിക്കേ, എനിക്ക് ഇച്ചാനെ കാണണ്ട. പോ എന്നാടി പോവാൻ.